പ്രിയമുള്ള നേതാക്കളെ, കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, നിങ്ങൾ ആത്മസംയമനം പാലിക്കുക. തീർച്ചയായിട്ടും ഈ സർക്കാരിനെതിരെയുള്ള വലിയ ശക്തമായ സമരത്തിന് നമ്മളിന്ന് തുടക്കമാണ് കുറിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ ആത്മസംയമനം പാലിച്ചുകൊണ്ട് നമ്മൾ ഈ സമരത്തിൽ ഉയർത്തേണ്ട മുദ്രാവാക്യം ഉയർത്തി കഴിഞ്ഞു. വീണ ജോർജിനെതിരെയുള്ള, പിണറായി വിജയനെതിരെയുള്ള അതിശക്തമായ സമരത്തിന് വേണ്ടിയുള്ള സമരം നമ്മൾ ഉയർത്തി കഴിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാർ നീതി പാലിച്ചുകൊണ്ട് നിലപാടെടുക്കുക. തീർച്ചയായിട്ടും ഈ സമരത്തിൽ ഇരട്ടത്താപ്പ് പാടില്ല. നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ പ്ലീസ് പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ ഓക്കെ. പ്രിയമുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ സമരത്തിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടറി മീനു ഞങ്ങൾ ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ആത്മസംയമനം പാലിക്കുവാൻ കൊണ്ട് ജീവിതത്തിൽ നിന്നും പിന്മാറുവാൻ അടിച്ചമർത്താൻ നോക്കേണ്ട
പോലീസ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് നമ്മളുടെ പ്രവർത്തകരെ ആരെങ്കിലും പോലീസ് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കുത്തി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ അക്രമകാരികളാകേണ്ട കാര്യമില്ല. നമ്മൾ ഒരു കാരണവശാലും ഇവിടെ ഒരു ഭീഷണിയുടെ സ്വരത്തിലല്ല ഈ സമരം ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, നമ്മൾ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മൾ പിരിഞ്ഞു പോകുന്നു. മീനു സജീവനെ ആക്രമിച്ച പോലീസുകാരൻ ആരാണെങ്കിലും അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ സമരം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ആർഭാടമായിട്ടുള്ളവരല്ല. ഞങ്ങൾ സമരം കൊണ്ടേ ജീവിക്കുമെന്ന് വിചാരിക്കുന്നവരല്ല. പക്ഷേ ഏറ്റവും അത്യാവശ്യ കാര്യത്തിന് സമരത്തിന് വരുമ്പോൾ ആ സമരം മുറുകത്ത് ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ കൈകൾ തളരില്ല, യുദ്ധം ഇടറില്ല. പാടില്ല. തയ്യാറായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, തിരിച്ചടിക്കുന്നതിന് ഞങ്ങൾക്കൊരു മടിയുമില്ല. പക്ഷേ ഞങ്ങൾ ഈ ഗവൺമെന്റ് ആശുപത്രിയുടെ മുന്നിലേക്ക് ആംബുലൻസുകൾ തടയാൻ വന്നവരല്ല, ഇവിടെ കടന്നു വരുന്ന വാഹനം ഇവിടുത്തെ ഡോക്ടർമാരെ തടയാൻ വന്നവരല്ല. ഞങ്ങൾ നീതിക്ക് വേണ്ടിയുള്ള സമരമാണ്. എന്റെ പ്രിയപ്പെട്ട പോലീസ് യാതൊരു